ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സാലഡ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ലേസൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇന്ന് എനിക്ക് ചേച്ചിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്നത്. നേരത്തെയൊക്കെ ഞാനായിരുന്നു ഉണ്ടാക്കുന്നത്, ഇതായിരുന്നു ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നേരെ തിരിച്ചാണ്, ചേച്ചിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്? ലേസ് സലാഡ്. അപ്പം ലേസ് സലാഡാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വൈകിക്കണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗായ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്തൊക്കെ വേണമെന്ന് ഞാൻ റെസിപ്പി പറഞ്ഞു തരാം എന്തൊക്കെയാണ്. അപ്പം ചേച്ചി റെഡി ആയിട്ട് നിൽക്കാം. റെഡിയല്ലേ ചേച്ചി? പിന്നല്ല. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗായ്സ് ഇതിനാവശ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലേസ് വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം ആ ലേസൊക്കെ എടുക്കുക. ഇവിടെ എടുത്തേക്കുന്നത് റെഡ് എടുത്തിട്ടുണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സവാളയുണ്ട്, സവാള കുനുകുനയായിട്ട് അരിഞ്ഞെരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. പിന്നെ പട്ട, നമ്മുടെ പച്ച പട്ടാണിയാണ് യൂസ് ചെയ്തത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്? കോൺഫ്ലവർ, ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ്, നമ്മുടെ കോൺഫ്ലവർ, ഉപ്പ്, കുറച്ച് പെപ്പർ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളിപ്പോൾ തൽക്കാലം ഇതൊക്കെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി, അങ്ങനെ നിങ്ങൾക്ക് എന്തുവാ ക്യാപ്സിക്കം, ക്യാരറ്റ്, അങ്ങനെ എന്തൊക്കെയും യൂസ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പം ഞാൻ ബാക്കിയുള്ളത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഓരോ ലേസ് എടുത്ത് നമ്മൾ പൊട്ടിച്ച്, നമ്മൾ ഇതിനകത്താണ് നമ്മളിന്ന് ഇത് ഇടുന്നത്, ലേസ് ഇടുന്നത് ഇതിനകത്താണ്. അപ്പം നമ്മൾ ലേസ് പൊട്ടിച്ച് പൊടിച്ച് വേണം ഇതിനകത്തോട്ട് ഇടാനായിട്ട്. അപ്പോൾ ചേച്ചി ഓരോന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊട്ടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇടാനായിട്ട്. അങ്ങനെ ഇതെല്ലാം പൊട്ടിച്ച് ഇതിനകത്തിടണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിതൊക്കെയാണ് ഇഷ്ടം, അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ചേച്ചി ഇത് പൊട്ടിച്ച് തീരട്ടെ, ഞാനിപ്പം വെയിറ്റ് ചെയ്യട്ടെ ഗൈസ്. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാണുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ പോയി ലേസിനകത്തോട്ട് പോവും, അങ്ങനെയാണ് പരിപാടി. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലേസ് എടുത്ത് ഞെണ്ണാറുണ്ട്. നമ്മളിത് കഴിക്കുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചേച്ചിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാണ് ഞാൻ. അപ്പോൾ ചേച്ചി പൊട്ടിക്കുവാണ്, പൊടിച്ച് വേണം കൈസ് ഇടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഫ്ലേവറാണ് ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ് നമ്മളിത് പൊടിച്ചിട്ടു. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് പൊടിക്കണമെങ്കിൽ ഒന്നുകൂടെ നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ പൊടിക്കുക. കുനുകുനായിട്ട് പൊടിച്ച് എടുക്കുക. അപ്പോൾ ഗായ്സ് ഇനി അടുത്ത നമ്മൾ അതിനകത്തോട് സവാള, കുനുകുനായിട്ട് അരിഞ്ഞ സവാള ചേർക്കുവാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതിലെടുത്താൽ മതി സവാള. ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ പട്ടയൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ഞങ്ങൾ വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ സവാള ഇട്ടു. അടുത്ത നെയ്ച്ചിടുന്നത് അതിന് ആവശ്യത്തിനുള്ള പട്ട. ഇവിടെ പട്ട എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം പട്ട നമ്മൾ ഇതിനകത്തോട് ഇട്ടു. ഇനി അടുത്ത് നമ്മളിവിടെ വറുത്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഇടുന്നത്. ഫുള്ളായിട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിനകത്തോടെ നമുക്ക് വേണമെങ്കിൽ മസാല വേണമെങ്കിൽ ചേർക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. വിനാഗിരി ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ലേസ് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യണം. അപ്പം നമുക്ക് ഇതിനകത്തോട് വേണമെങ്കിൽ നമുക്ക് ഇനി വിനാഗിരി, അല്ലെങ്കിൽ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയോ പെപ്പറൊക്കെ ചേർക്കുവാണെങ്കിൽ എരിവ് നല്ലതായിരിക്കും. കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ ഒത്തിരി എരിവ് ചേർക്കാണ്ട്. ഇതിപ്പോൾ നോർമൽ ആയിട്ടുള്ളതാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന് ആവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ട്. ഈ എരിവ് വേണ്ടവർക്ക് വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഒക്കെ യൂസ് ചെയ്യാനകത്തോട്ട്. നമ്മളിപ്പം അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. അപ്പം എൻ്റെ ചേച്ചി ഉണ്ടാക്കിയിരിക്കുന്ന റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത വീഡിയോ ഞാൻ കാണിക്കുക എങ്ങനെയാണ് ഉണ്ടെന്ന്. അപ്പോൾ ഗായ്സ് നമ്മുടെ ലേസ് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എനിക്ക് വാരി തരുന്നതായിരിക്കും. അപ്പം ഞാൻ എൻ്റെ എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്.
അടിപൊളിയാണ് ഗൈസ്, സൂപ്പറായിട്ടുണ്ട്. ആ എരിവെല്ലാം, ആ ലേസിൻ്റെ ആ എരിവെല്ലാം അത് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, എരിവുള്ളവർക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് വേറെ എരിവ് നമുക്ക് യൂസ് ചെയ്യാനകത്തോട്ട് സ്പൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ പുതിയ റെസിപ്പീസ് ആൻഡ് വേറെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.